ഇയാളാരും അരിച്ചല്ല. Sir, 5 suo moto, 3 185, 3 crime, 4 NDPS. ടാറ്റ പറയാൻ വിളിപ്പിച്ചതല്ല. ജ്യൂസ് കുടിക്കാം സാറേ. വാ ഡ്രൈവർ വാ. ആ ഡ്രൈവറല്ല, ഈ സാറിന് കൂടെ വന്ന കൺസൾട്ടന്റാ, കോൺസ്റ്റിപ്പേഷനിസ്റ്റ്. എന്നാ ഇത് കുടിക്കണ്ട, ഞാൻ ലൈംഡി എടുക്കാം. ആൻറ്റി, ഐ എം എ ക്രിമിനോളജിസ്റ്റ്. അങ്കിളിന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, അതാ. അത്ര വലിയ അസുഖമാണോ? ഡ്രൈവർ അങ്ങനെ ഇരുന്നോട്ടെ, ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. ഈ വീട്ടിലെ മറ്റംഗങ്ങളൊക്കെ? മോളുണ്ടേ, അവള് നേഴ്സ്. അവള് രാവിലെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ മരുമോനുണ്ട്, അവനൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല, എല്ലാ ദിവസവും എഴുന്നേറ്റ് അങ്ങ് പൊക്കോളും. പിന്നെ അവൾക്കൊരു കുഞ്ഞുണ്ട്, അവളിപ്പോൾ ടീച്ചർമാരെ പ്രാക്കം വയ്ക്കാൻ പോയേക്കാം. ഓ, കുഞ്ഞ് സ്കൂളിൽ പോയി, അതിനാ. അങ്കിൾ, നിങ്ങളുടെ മകൻ എവിടെ? വിക്ടിം? വിക്ടർ അല്ല സാറേ, ജെഫിൻ. അതന്നെ പോലീസ് ഭാഷയിൽ പറഞ്ഞ വിക്ടിം. അവനോടെ? അവനവൻ്റെ മുറി കാണും. പിന്നെ ഈ കുടുംബത്തിലെ ആദ്യത്തെ കിഡ്നാപ്പാണ്, അപ്പം അതിൻ്റെ ഒരു ക്ഷീണം കാണും. അപ്പച്ചാ, നമ്മുടെ ജെഫിനെ തട്ടിക്കൊണ്ട് പോയില്ലയോ? അവനെ പിന്നെ തട്ടിക്കൊണ്ട് പോയാ? അല്ല, നമ്മുടെ ജെഫിനെ തട്ടിക്കൊണ്ട് പോയതേ അന്വേഷിക്കാൻ വന്ന പോലീസുകാരാ. ഓ ആ, ജോസഫ് പറഞ്ഞായിരുന്നു പോലീസുകാർ വരുമെന്ന്. ഇത് കറക്റ്റ് പോലീസുകാരൻ. യവനേത്? പാപ്പന് മനസ്സിലാവുന്നൊരു സാധനം എൻ്റെ ഉണ്ട്. വാ അപ്പൊ ഇതിനെ മണം കിട്ടിയിട്ടാണല്ലേ പുറത്ത് ആൾക്കാർ വന്ന് മനസ്സിലായത്. കള്ളൻ. അയ്യോ, കൊടുക്കല്ലേ, അപ്പൊ ഡയബറ്റിക്കാ. കപ്പം കഴിഞ്ഞിട്ടാ കൊതിയായിട്ടല്ലേ, പാവം കഴിച്ചോട്ടെ. കൂടി പോയി എത്ര ലഡുവും കൂടെ കഴിക്കാനാ. ഈ തോക്കിൽ ലൈസൻസ് ഉണ്ടോ? ഓ സാർ. നോക്കിനെ പറ്റിയാണോ സംസാരം? അതെ. ഞാനും എൻ്റെ അപ്പനും എൻ്റെ അപ്പൻ്റെ അപ്പനും ഒക്കെ വലിയ വെടിക്കാരായിരുന്നു, ഹണ്ടേഴ്സ്. ഞങ്ങൾ എന്തോരം കാട്ടുപന്നി, മുയൽ, മയില്, കേരമാൻ, കസ്തൂരിമാൻ, സിംഹവാലം എല്ലാത്തിനെയും നമ്മൾ സൂവിൽ പോയി കാണും അല്ലേ അപ്പ? അപ്പനെ എവിടെ കടന്നല് കുത്തിണ്ട്, മരുന്ന് വരുത്താ സമയായി അല്ലേ? അപ്പന്റെ തള്ളുകഥ കേൾക്കാൻ വന്ന സിൽബന്ധികളല്ലട്ടത്. ഇത് കേരള പോലീസ് ഇല്ലാത്ത തള്ളുകൾക്ക് ഇനി അടിച്ചോണ്ടല്ലോ നാളെ തിഹാർ ജയിലിൽ പോയി അന്ത്യകുദാശ ചെല്ലേണ്ടി വരും. ജെഫിന്റെ തിരോധാനം ആദ്യം അറിഞ്ഞത് മദർ തെരേസയാണല്ലേ? അല്ല, ഞാനാ. എന്തായി? സാർ കയറിയപ്പോൾ രണ്ടും കൂടി പൊട്ടി. നമ്മളല്ല, കിഡ്നാപ്പേഴ്സ്. ജെഫിൻ, ഞങ്ങൾക്ക് ജെഫിനോടാണ് സംസാരിക്കാനുള്ളത്. അത് തീർന്നു. ജഫോട്ട, അതെ, നിന്റെ കേസ് അന്വേഷിക്കാവുന്ന സാറുമാരാ. എന്നോട് തറതല്ല പറയണ പോലെ നീ അവരുടെ അടുത്ത് പോയി പറഞ്ഞേക്കരുത് കേട്ടാ. ഓക്കെ ബൂമർ. അപ്പൻ ഞങ്ങളുടെ ഓടിച്ചാടി പോണേ. എടാ മുഴുകാൻ വരുമ്പോഴേ നമ്മുടെ ചെറുക്കനകത്ത് ഒറ്റക്കല്ലയോ. 88 ഞാൻ ഈ കഥ വേണ്ടി ഒരു തുളയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനെക്കൊണ്ട് നോക്കാം എന്തു പറഞ്ഞു. അപ്പച്ച 89 ജോലിക്കാര് ജാനുവിന്റെ പരാതി കിട്ടിയപ്പോ തന്നെ അമ്മച്ചി അത് അടച്ചു. ആ ഊട്ടങ്ങ് അടച്ചൂന്ന്. നിങ്ങളുടെ വൈഫും മോളും കാരണവന്മാരായിട്ട് ഓരോന്നുണ്ടാക്കി വെക്കും, അതില്ലാതാക്കാൻ കുറെ എണ്ണം. ജെഫിൻ വലിക്കാറുണ്ടോ? വലിക്കാം. എവിടെ പിടിച്ചാ വലിക്കണ്ടേ? അതല്ല, സിഗരറ്റ് വലിക്കാറുണ്ടോ? സിഗരറ്റ് വലിക്കത്തില്ല. എന്തിനാ സാറേ ഈ ചട്ടുമെടുത്ത് ചന്തിക്ക് വെച്ചേക്കുന്നത്? പറഞ്ഞുതരാം. ചുണ്ടിലെ കറുപ്പും പല്ലിലെ കറയും കണ്ടറിയാം. മിനിമം ഒരു സിഗരറ്റ് വെച്ചെങ്കിലും ജെഫിൻ വലിക്കും എല്ലാ ദിവസവും. മുറിയിലിരുന്നല്ല, ടെറസിലിരുന്ന്. അപ്പാപ്പൻ അവറാൻ്റെ പാക്കറ്റിലെ സിഗരറ്റ് അടിച്ചു മാറ്റി വലിക്കും. വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല. ഈ പ്രഡിക്ഷൻ കറക്റ്റ് അല്ലേ? ചുണ്ടിലെ കറ കണ്ട് അങ്ങനെ വലിക്കുന്നതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഞാൻ ഈ ടെറസിൽ വന്നപ്പോൾ ആദ്യം പൊക്കിയത് ആരും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേയധികം സിഗരറ്റ് കുറ്റികൾ. എല്ലാം ഫോറിൻ സിഗരറ്റ്. ഈ വീട്ടിലാകെ ഫോറിൻ സിഗരറ്റ് വലിക്കുന്നത് അപ്പാപ്പൻ അവറാൻ മാത്രം. പുള്ളിയെ കണ്ടറിയാം സിഗരറ്റ് വലിക്കാനുള്ള ആരോഗ്യം മാത്രമേ ഉള്ളൂ. വലിഞ്ഞു കയറിയതിൻ്റെ മണ്ടയ്ക്ക് വന്ന് വലിക്കാനുള്ള ആവതുമില്ല, ആംബിയറും ഇല്ല. പിന്നെ പുള്ളിക്കേണ്ട ആവശ്യമില്ല. സോ ജെഫിൻ, യു ആർ മൈ മാൻ. സിഗരറ്റ് വലിക്കുന്ന കൊലക്കറ്റമല്ലല്ലോ സാറേ. എന്നാൽ വീട്ടുകാരോട് പറയട്ടെ? വേണ്ട. കറക്റ്റായിട്ടുള്ള മറുപടി എന്ന് കോപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. ജെഫിനെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ദിവസം അന്ന് വൈകുന്നേരം ജെഫിൻ കളിയും കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ച് മടങ്ങിയതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ജെഫിൻ എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയണം. മണി പോലെ പറ. കേട്ടല്ലോ, മണി പോലെ പറടാ. ആ മണിയല്ല, പിന്നെ കലമണിയാണ് സാർ. ഈ കുട്ടി ഏതാ? ലില്ലിക്കുട്ടി ഏതാ?
ലില്ലിക്കുട്ടി മൈ വൈഫ്, എൻ്റെ ഭാര്യ. ഓക്കെ. എന്തോ പറയാനാ, നമ്മളോടൊന്നും പറയാതെ അവളൊക്കെ പോയി കളഞ്ഞില്ലയോ? അയ്യോ പോട്ടെ പാപ്പ, വിഷമിക്കണ്ട. ഉടനെ തന്നെ അങ്ങോട്ട് പോവാമല്ലോ. പോട്ടെ. പാശം ഫ്രൂട്ടിൽ വവ്വാല് ചപ്പുന്നുണ്ട് കേട്ടോ. അത് ശരി. ഹലോ എന്തായി? അവര് വിളിക്കണേ. ഞാൻ സംസാരിക്കാം. ഹലോ മക്കളെ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ മക്കളെ. നിങ്ങൾ പറഞ്ഞ പൈസ മുഴുവനും റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 3000 രൂപയുടെ കുറവില്ലേ? നമ്മൾ ഡീസൽ അടിച്ചില്ലേ? പത്രവും ഫോട്ടോയും. ആ പത്രക്കാരനെ വിളിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് കിട്ടുമായിരിക്കും അല്ലേ? ഇൻഫർമേഷൻ ഒന്നും കിട്ടില്ല സാർ, സസ്പെൻഷൻ കിട്ടും.